ഹലോ സുഹൃത്തെ, എന്തൊക്കെയുണ്ട്? ഇന്നൊരു വെറൈറ്റി കണ്ടന്റ് പിടിക്കാം. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് എൻ്റെ കമൻറ്റ് ബോക്സ് വഴി തന്നെയാണ്. ഒരുപാട് പേർക്ക് യൂട്യൂബർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് എന്തുകൊണ്ട് ഷസാമിൻ്റെ വീഡിയോ ചെയ്തുകൂടാ എന്ന് ഞാൻ ആലോചിച്ചത്. സുഹൃത്തെ, ഞാൻ ഷസാമിൻ്റെ ആദ്യം തൊട്ടുള്ള സബ്സ്ക്രൈബറാണ്. സോ ഷസാമിൻ്റെ ഗ്രോത്ത് ഞാൻ നല്ല രീതിക്ക് പഠിച്ചതും കണ്ടതുമാണ്. സോ അങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ ആ ഒരു കാര്യം ചിന്തിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഷസാമിൻ്റെ സ്ട്രാറ്റജീസും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തത്. സുഹൃത്തെ, ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്, പ്ലീസ് വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ, ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. സോ ആദ്യം ഒരു പോയിന്റ് വെച്ച് തുടങ്ങാം, കണ്ടന്റ് ക്രിയേഷൻ ഇൻ 2026. സോ എല്ലാവരുടെയും മെയിൻ ക്വസ്റ്റ്യൻ ആണ്, 2026 യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? എല്ലാവരുടെയും ഡൗട്ടാണ്. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്, എവിടെ നോക്കിയാലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചാനലോ എന്തെങ്കിലും കാണും. സോ ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡിൽ ഇനി കയറിയിട്ട് കാര്യമുണ്ടോ എന്നാണ് മെയിൻ ഡൗട്ട്. നമ്മുടെ ക്രിയേറ്റർ ജേണിയിലും ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും വെറൈറ്റി ക്വാളിറ്റി ക്രിയേറ്റേഴ്സിനെ ഇപ്പോഴും യൂട്യൂബിൽ ആവശ്യമാണ്. നമ്മൾ പറയാൻ പോകുന്ന ഷസാമിൻ്റെ കാര്യം തന്നെ എടുത്തോ. എന്തുമാത്രം ടെക് ക്രിയേറ്റേഴ്സ് ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് ആളുകൾ ഷസാമിൻ്റെ വീഡിയോ കാണുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? ഷസാമിൻ്റെ സംസാരം രീതിയും അദ്ദേഹത്തിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈൽ, ആ ഒരു വെറൈറ്റി കാരണമാണ് ആളുകൾ ഷസാമിനെ ഏറ്റെടുത്തത്. സോ അതാണ് മെയിൻ പോയിന്റ്. നിങ്ങൾക്ക് പുതിയതായിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും ആളുകൾ ശ്രദ്ധിക്കും, ചാനൽ അല്ലെങ്കിൽ പേജ് റീച്ചിൽ വരികയും ചെയ്യും. സോ എന്തായാലും നമ്മൾ ഷസാമിനെ പറ്റി പറഞ്ഞു. സോ നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസ് നോക്കാം. ഷസാം ഉപയോഗിച്ച് കുറച്ച് സ്ട്രാറ്റജീസ്, എന്തുകൊണ്ട് കാൾമി ഷസാം എന്ന് പറയുന്ന ചാനൽ ഇത്രയും വലിയ നിലയിലെത്തി. സുഹൃത്തെ, ഇടയ്ക്കിടയ്ക്ക് ഷസാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കാൾമി ഷസാം എന്ന യൂട്യൂബ് ചാനലിനെ പറ്റി തന്നെയാണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി സ്ട്രാറ്റജീസ് ദാറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ബൈ ഷാ മുഹമ്മദ്. ഷസാമിനെ പറ്റി പറയുകയാണെങ്കിൽ റെയർ ആയിട്ട് ലിമിറ്റഡ് എഡിഷൻ ലക്ഷറീസ് ആയിട്ടുള്ള വാച്ചുകൾ ഇട്ടുകൊണ്ട് നടക്കാനും ആനിമയോട് ഒരു വലിയ കമ്പമുള്ള വ്യക്തി. സുഹൃത്തെ, ഷസാമിൻ്റെ ചാനൽ ഗ്രോ ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് ഞാൻ കാണുന്നത് 4 എണ്ണമാണ്. ഈ അവസാനത്തെ 4ാമത്തെ ടിപ്പ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പുതിയതായിട്ട് ചാനൽ ഗ്രോ ചെയ്യുന്നവരും ചാനലുള്ളവർക്കും ഒരുപാട് ഈ അവസാനത്തെ ടിപ്പ് ഹെൽപ്പ് ചെയ്യും. സോ ആദ്യം തന്നെ ഭാഗ്യം ഒരു വലിയ ഘടകം തന്നെയാണ്. ഏതൊരാളുടെയും ചാനൽ ഗ്രോത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ അത് വലിയ നിലയിലെത്തും. ആദ്യത്തെ കാര്യം, കൺസിസ്റ്റൻസി ഇൻ തമ്പനെയിൽ. ഷസാമിൻ്റെ തമ്പനെയിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അധികം ഒന്നും പണി നടത്താറില്ല. അതായത് അദ്ദേഹത്തിൻ്റെ എല്ലാ തമ്പനെയിലും മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസും കാണും, എന്താണോ ടോപ്പിക്ക് പറയാൻ പോകുന്നത് അതിനെപ്പറ്റി ചെറുതായിട്ട് ഒരു 2 വാക്ക് അല്ലെങ്കിൽ 1 വാക്കിൽ ഒതുക്കും. ഇപ്പോൾ അവസാനം നമ്മുടെ ഐഫോണിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ് പറയാൻ പോകുന്നത്, ഏത് ഐഫോണിനെ പറ്റി പറയാൻ പോകുന്നു എന്താണെന്നുള്ളത് ജസ്റ്റ് തമ്പനെയിൽ കാണും, കൂടുതലൊന്നും കാണില്ല. ദ മെയിൻ അട്രാക്ഷൻ ഈസ് ഷസാം ഹിംസെൽഫ്. ഇതേ സ്ട്രാറ്റജി തന്നെയാണ് മിസ്റ്റർ ബീസ്റ്റ് ഉപയോഗിക്കുന്നത്. മിസ്റ്റർ ബീസ്റ്റിൻ്റെ എല്ലാ തമ്പനെയിൽസിലും നല്ല സിമിലാരിറ്റി കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. സോ ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. നമ്മൾ ആദ്യമായിട്ട് ഒരു നോൺ സബ്സ്ക്രൈബർ ഷസാമിൻ്റെ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് തമ്പനെയിൽ ക്ലിക്ക് ചെയ്യും. തമ്പനെയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷസാമിൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നു. നമുക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ട യൂട്യൂബ് വീണ്ടും കാണിക്കുമല്ലോ. വീണ്ടും കാണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തുവാ? തമ്പനെയിലെ സിമിലാരിറ്റി കണ്ടു കഴിഞ്ഞ് ഷസാമിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ചിന്തിക്കാനൊന്നുമില്ല. നമ്മൾ അപ്പോഴേ ആ വീഡിയോയിൽ ടാപ്പ് ചെയ്യും, ഷസാമിൻ്റെ ചാനൽ വീണ്ടും ഗ്രോ ചെയ്യും. സോ ഇതാണ് ആദ്യത്തെ സ്ട്രാറ്റജി. നിങ്ങളും നിങ്ങളുടെ ചാനൽ ഇങ്ങനെ ചെയ്യുക. എന്തെങ്കിലും അവസാനത്തെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഇട്ടുക. അത് നമ്മുടെ ഓഡിയൻസിനെ വീണ്ടും കാണിക്കുമ്പോൾ തന്നെ താൻ ക്ലിക്ക് ചെയ്യും. അടുത്ത 2ാമത്തെ കാര്യം, ഇടിവെട്ട് ഇൻട്രോസ്. ഷസാമിൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ അറിയാം, തുടക്കത്തെ 30 സെക്കൻഡ് അല്ലെങ്കിൽ ആദ്യത്തെ 1 മിനിറ്റ് ഷസാം ആ വീഡിയോയിനെ വേറെ ലെവലിലെത്തിക്കും. എന്നാണ് സുഖമല്ലേ? സോണിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കണ്ടായിരുന്നു. നമ്മുടെ ആപ്പിളിൽ എന്തോ ഒരു നോർമൽ ക്രിയേറ്റർ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നിടത്ത് ഷസാം വേറെ രീതിക്കാണ് തുടങ്ങുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഓഡിയൻസിൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങളോടും, എന്താണ് ഇങ്ങനെ, എന്തോ സ്പെഷ്യൽ ഉണ്ടല്ലോ. സോ ഈ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഉണ്ടാക്കുക എന്നതാണ് ഷസാം ആദ്യത്തെ 1 മിനിറ്റിൽ ചെയ്യുന്നത്. സോ ഇതാണ് 2ാമത്തെ സ്ട്രാറ്റജി, ഒരു ഓളം ഉണ്ടാക്കുക. ആദ്യത്തെ 1 മിനിറ്റ് അത് നിങ്ങൾ പറ്റുന്നത്രയും അടിപൊളിയാക്കുക. അടുത്ത 3ാമത്തെ കാര്യം, അക്സെപ്റ്റിംഗ് ദ അപ്ഡേറ്റ്സ്. ഞാൻ പറയും, ഷസാം എന്ന യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാൻ ഷോർട്സ് ഒരു വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ യാഥാർത്ഥ്യം പറയട്ടെ, ഷോർട്സിൻ്റെ തുടക്ക സമയത്ത് ക്രിയേറ്റേഴ്സ് യൂട്യൂബ് ഷോർട്സിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. യൂട്യൂബ് വീഡിയോസ് തന്നെ മതി, അങ്ങനെ പോകാമെന്ന് 90% പേരും വിചാരിച്ചു. സോ അവിടെയാണ് ഷസാമിൻ്റെ കളി കളിച്ചത്. ഷസാം ഷോർട്സ് ഇട്ട് തുടങ്ങി, ഷോർട്സിൽ നിന്ന് വ്യൂവേഴ്സ് വന്നു, ആ വ്യൂവേഴ്സ് ലോങ് വീഡിയോസിലിട്ടും വന്നു. ലോങ് വീഡിയോസ് കാരണം യൂട്യൂബ് ചാനൽ വേറെ ലെവലിലെത്തി.
അടുത്ത അവസാനത്തെ കാര്യം, ഷസാം എന്ന യൂട്യൂബറിൻ്റെ ബ്രഹ്മാസ്ത്രം എന്ന് പറയാം. സ്ട്രാറ്റജി നമ്പർ 4, ഗുഡ് ആൻഡ് ജെന്യുവിൻ കണ്ടന്റ്. എനിക്ക് ഈ ഷസാം ബ്രോവിനെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്. പറയുന്ന കാര്യത്തിൽ ട്രസ്റ്റും ജെന്യൂനിറ്റിയും ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കും ഒരു വിശ്വാസമാണ്. ഈ കാലത്ത് അതാണ് വേണ്ടത്. നല്ല ക്രിയേറ്റേഴ്സ്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റേഴ്സിനെയാണ് ആൾക്കാർക്കും വേണ്ടത്. സോ അതാണ് അവസാനത്തെ സ്ട്രാറ്റജി. നമ്മളായാലും ഒരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ഓഡിയൻസിൽ നമുക്കൊരു ട്രസ്റ്റ് വേണം. നമ്മളൊരു ബ്രാൻഡായിട്ട് മാറണം. സോ ഒരു ബ്രാൻഡ് ആവാൻ വേണ്ടി നല്ല കണ്ടൻസ് ഇടുക. അതെ, ഇപ്പോൾ ഷസാമിന് 2 ചാനലുണ്ട്. ലൈഫ് ഓഫ് ഷസാം എന്ന് പറഞ്ഞ് സിനിമ റിവ്യൂസ് പറയുന്നത്. എന്തിലും എടുത്തോ, മെയിൻ കാര്യം ജെന്യൂനിറ്റി. അതെ, പറയുന്ന കാര്യത്തിൽ സത്യസന്ധതയും ജെന്യൂനിറ്റിയാണ് വേറൊരു റീസൺ ഷസാമിൻ്റെ ചാനൽ ഇങ്ങനെ ഗ്രോ ചെയ്യാനുള്ള കാരണം. സോ എൻ്റെ അറിവിൽ ഈ 4 സ്ട്രാറ്റജിയാണ് ഷസാം യൂസ് ചെയ്തത് ചാനൽ ഗ്രോ ചെയ്യാൻ വേണ്ടി. അത് പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുത്തതല്ല. കുറേ നാളുകൾ വീഡിയോസ് ഇട്ട് ആൾക്കാരെ കൊണ്ട് വിശ്വസിപ്പിച്ചു, പറയുന്ന കാര്യം ജെന്യൂൻ ആണെന്ന് വിശ്വസിപ്പിച്ചു, അത് ചെയ്യുകയും ചെയ്തു. സുഹൃത്തെ, ഇതേപോലത്തെ യൂട്യൂബ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഗ്രോ ചെയ്യാം അതിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ല് അപ്പായിക്കൊണ്ടിരിക്കുക. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വരും. സോ സുഹൃത്തെ, താങ്ക് യു. കീപ് സപ്പോർട്ടിങ്. സബ്സ്ക്രൈബ്.